ബാല്യത്തിലുള്ള ഒരു ഓണത്തെ പറ്റിയോ ബാല്യത്തിലുള്ള ഓണവിശേഷം അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ബാല്യം. ഊഞ്ഞാലും ഓണപ്പാട്ടും പിന്നെ ഓണസദ്യയും ഓണത്തിൻ്റെ വെക്കേഷനും ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്കുള്ളത്. പക്ഷെ അതെല്ലാം കുറച്ച് ക്ലീഷയായി പോയെന്നുണ്ട്. ഓണത്തിൻ്റെ ആ സമയത്തും എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. ബാല്യത്തിൽ ആ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ അന്നാണ്, അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ നാട്ടിലുള്ള മാവേലിക്കര, ചൊനക്കര ആ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും, പ്രായം ചെന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ വന്നിട്ട് ഓണം എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് കാശ് വെച്ച് തരും. ചെറിയ എമൗണ്ടാണ്, എടാ ഓണത്തിന് അടിച്ചു പൊളിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഓണത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. കാര്യം ഓണം വന്നു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടാവും. അങ്ങനെ ഇവർ വന്നു, രാവിലെയൊക്കെ വന്ന് പോക്കറ്റിൽ നിറച്ച് കാശ്. അപ്പോൾ കൊല്ലത്തന്ന് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ആസാദ് ഹോട്ടലാണ്. അപ്പോൾ എൻ്റെ മനസ്സും മനസാക്ഷിയും തമ്മിലൊരു വലിയ ഫൈറ്റായി. ഈ സമയത്ത് സൈക്കിൾ എടുത്ത് അവിടെ പോയി ഒരു ബിരിയാണി കഴിച്ചാലോ, ഓണമാണ്, വേണ്ട, ഓണസദ്യ, ഇവരെല്ലാവരും ഓണസദ്യ ഉണ്ണാൻ വന്നതാണ്. അങ്ങനെ മനസാക്ഷി പറയുന്നു പോകരുത്, മനസ്സ് പറയുന്നു കയ്യിൽ കാശല്ലേടാ ഇരിക്കുന്നത്, പോയി ഇനി ഇതേ കണക്കൊരു ചാൻസ് കിട്ടത്തില്ല, നിന്നെ ഇങ്ങോട്ട് പോകുന്ന ആരും അറിയത്തുമില്ല, അവരെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. അവസാനം മനസ്സ് വിജയിച്ചു. ഞാൻ അവിടെ പോയി ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യാണ്. ഇതെവിടെ പോയി, ഇവൻ അപ്പുറത്തുനിന്ന് കളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു. എനിക്കിപ്പോൾ വേണ്ട, കാര്യം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഈ ബിരിയാണി ഇത്രയും ഉണ്ടാവുമെന്ന്. കഴിച്ചിട്ട് എന്താ അത്, അല്ല നീ കഴിക്കുക, എല്ലാവരും കൂടി ഇരുന്ന്. അല്ല ഞാൻ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, വൈകുന്നേരം ഓണം ഉണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്തോ കണ്ടിട്ട് വല്ലാതിരിക്കില്ല, അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ എണ്ണമയമുണ്ട്. അപ്പൊ കൈ പിടിച്ചൊന്ന് മണപ്പിച്ചപ്പം നല്ല മട്ടണ്ട മണം. എടാ നാണമുണ്ടോടാ, നീ ഒരു മലയാളിയാണെന്ന് പറയാൻ നാണമുണ്ടോടാ, ഇവൻ ഊണ് കൊടുക്കണ്ട കേട്ടാ എന്ന് പറഞ്ഞ് മാറ്റുന്നത്. ശരിക്കും ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ബിരിയാണി കാരണം ആ ഓണം തൊലഞ്ഞു. ഒരു ചെറിയ പയ്യൻ നിറകണ്ണുകളോടെ ഓണാഘോഷം, ഓണസദ്യ നോക്കി നിന്ന ഒരു ഓർമ്മയാണ് ബാല്യത്തിലുള്ളത്. ഗംഭീരം. ഞാൻ ആക്ച്വലി ഒരു കഥ ഞാനിങ്ങനെ ഒരു മൂഡ് സെറ്റ് ചെയ്ത് വരരുത്. ഓണത്തിന് ബിരിയാണി കഴിച്ച, അത് മട്ടൻ ബിരിയാണി കഴിച്ച കഥയാ. എന്നിട്ട് സദ്യ കഴിക്കാൻ പറ്റാതെ പോയൊരു ബാലിനെ പറ്റി. അതെ, അതൊരു കഥ തന്നെ.